ശ്രീ എം ജയചന്ദ്രൻ, പക്ഷേ ഇവിടെ പ്രതിപക്ഷം ദുർബലമാവുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഈ നിങ്ങൾ ഭരിക്കുന്ന സമയത്താണ് ഈ ഹെലികോപ്റ്റർ വാങ്ങിയത്. അന്ന് സുതാര്യതയില്ലായ്മ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അവിടെ പാർട്ടി സമ്മേളനത്തിന് പോലും ഹെലികോപ്റ്ററിൽ പറന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ഒരു പരിധി വരെയെങ്കിലും ഈ നുണ പറയുന്നയാളാണ് വി ഡി സതീശൻ എന്ന കാര്യം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവം പോകുന്നുമുണ്ട്, അല്ലേ? മഞ്ജുഷ്, അങ്ങനെ മാത്രമല്ല ഇതിനെ കാണാൻ കഴിയുക എന്നാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തോന്നാറുള്ളത്. മുഖ്യമന്ത്രി കള്ളം പറയുന്നു അല്ലെങ്കിൽ നുണ പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിരന്തരം അസത്യപ്രചാരകനായി മാറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോന്നാണ് പറയുന്നത്. താങ്കളിപ്പോ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആൾക്കാരെ പൊട്ടം കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അദ്ദേഹം പൊട്ടനാകുകയല്ല ചെയ്യുന്നത്, പൊട്ടം കളിക്കുകയല്ല ചെയ്യുന്നത്, നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ തുടങ്ങുന്നത് എവിടുന്നാണ് മഞ്ജുഷ? തുടങ്ങുന്നത് 2026 മെയ് 1 ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര മുതലാണ് തുടങ്ങുന്നത്. വിവാദങ്ങളുടെ ഒരു കാലം ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് തുറക്കപ്പെടുന്ന അന്ന് മുതലല്ലേ? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് പോയത്, ആരെയാണ് കണ്ടത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മഞ്ജുഷെ? പക്ഷെ പോയത് എവിടെയാണ്, കണ്ടത് എന്നുള്ളത് ഇനി ആർക്കാണ്? കണ്ടയാള് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ബന്ധുവാണ് എന്നും കാര്യം പറഞ്ഞിരുന്നല്ലോ ഒന്ന്. അല്ല, അതൊന്നും അല്ലല്ലോ. അതല്ല, അദ്ദേഹം പോയതും കണ്ടതും ആരെയാണെന്നുള്ളത് ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ വിശദമായിട്ട് നിലവിൽ ഇപ്പോ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് മഞ്ജുഷെ. അതിലൊന്നും ഇപ്പൊ ആർക്ക് സംശയമില്ല എവിടെയാണ് പോയതെന്നോ ആരെയാണ് കണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒന്നുമില്ല. പക്ഷെ അത് ഇന്നേ വരെ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ UDF യോഗം ചേർന്നു. ഇത്തരം ഒരു അവ്യക്തതയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അവ്യക്തത നീക്കണം. അത് അങ്ങയുടെ തന്നെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്, UDFന്റേതല്ല. അങ്ങയുടെ വിശ്വാസ്യതയുടെ പ്രശ്നം കൂടെ ഉണ്ട് എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? തയ്യാറാവില്ല. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? തൊട്ട് പിന്നാലെ വരുന്നത് അധികാരമേറ്റതിനു ശേഷമുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പ്രശ്നം. അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആദ്യമൊന്നും പുറത്തു വന്നില്ല. പക്ഷെ പിന്നീട് ബക്കാടി കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ വിവാദം എന്നുള്ളത് വ്യക്തമായി. വല്ലതും പറഞ്ഞു. അതൊക്കെ UDF തീരുമാനിക്കുമെന്നാണ്. UDF എന്തെങ്കിലും തീരുമാനിച്ചു ഇതുവരെ? പിന്നെ ബില്ല് പാസ്സാക്കി, ഫിനാൻസ് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ UDF തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടാത്ത വിധം നിയമസഭാ കാര്യങ്ങളിൽ വളരെ വ്യുൽപ്പത്തിയുള്ള ആളാണ് ശ്രീ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. അതുകൂടെ വെച്ചോണ്ട് വേണം ഇത് നമ്മൾ ഇതിനെ കാണാൻ. അത് കഴിഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ. ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞ ടാറ്റാസിന്റെ പ്രശ്നം, 10,000 കോടി രൂപയ്ക്ക് കപ്പൽ നിർമ്മിക്കാൻ പോകുന്നു ഇതാ കേരളം. അപ്പൊ ടാറ്റാസ് പറയുകയാണ് ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങോട്ടോ കേരള സർക്കാർ ഇങ്ങോട്ടോ ഇത്തരം ഒരു കാര്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് വിഡ്ഢിയാവുന്നത്? അത് പിന്നെ ഈ ഇദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെയല്ലേ റെയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്ന സംഗതി. 4 പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് ഈ ജൂൺ 19 അവതരിപ്പിച്ച ബജറ്റിൽ അനൗൺസ് ചെയ്തത്. മറ്റേ ബ്ലൂ ഇക്കോണമി, പോർട്ട് സിറ്റി, ഈ പറഞ്ഞതുപോലെ റെയർ എർത്ത് കോറിഡോർ, മിഷൻ സമുദ്ര. ഈ 4 പദ്ധതിയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് പറയുന്നത് എന്താണ്? ടാറ്റാസിന്റെ 10,000 കോടി എന്ന് പറയുന്നത് അതിൽപ്പെട്ടതാണത്രേ. എത്ര ഈ മലക്കം മറിച്ചിലാണ്. യൂട്ടേൺ എന്നൊന്നും പറഞ്ഞാൽ പോരാ, സെൽഫ് ഗോൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല. താൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, താൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് ഇത് ബേജാറാവുന്നത് എന്ന് ഇങ്ങോട്ട് നമ്മുടെ പിന്നെ മഞ്ജുഷ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രകോപിതനായി ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിരന്തരം കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? മനസ്സിലാവുന്ന എന്താണ്? ഇത് ഈ വെൽ പ്ലാൻഡ് ആയിട്ട് മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന ഒരു പതിവ് രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് അങ്ങനെ തന്നെ പോകും. താങ്കൾ എന്താണ് സംശയിക്കുന്നത്? കൊച്ചിയിൽ പോയതിൽ എന്ത് ദുരൂഹതയാണ് താങ്കൾ സംശയിക്കുന്നത്? എന്തിന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നത്? അതിലേക്കാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് അതിലേക്കാണ് വരുന്നത് മഞ്ജുഷേ. ഈ കൊച്ചിയിലെ യാത്രയില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് സംഘം എറണാകുളത്ത് എത്തി അവരെ കണ്ടു. അവരെ കണ്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കണ്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് അത് നമ്മുടെ ഇന്ന് പിടിവിട്ടു പോയാലോ? ഇതാണ് ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പോ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോയി ഇത്തരം ബിസിനസ് ഡീലുകൾ നടത്താറുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരനാണല്ലോ കിറ്റക്സിന്റെ സാബു ജേക്കബ്.
സാബു മറ്റേ സംസ്ഥാനത്ത് പോയി അവിടുത്തെ ബിസിനസ്സുകാരോട് ചർച്ച നടത്തുമ്പോൾ സാബു ഒറ്റയ്ക്ക് മാൻ ടു മാൻ ആണോ ചർച്ച നടത്തുന്നത്? അല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് കാണും ആ കൂട്ടത്തിൽ, ഇല്ലേ? പിന്നെ സാബു ജേക്കബ് എന്നല്ല, ഏതൊരാളും, ഏത് മന്ത്രിയാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥ പ്രമുഖരാണെങ്കിൽ പോലും അത്തരം ചർച്ചകൾ നടക്കുമ്പോഴേക്ക് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാകും. ഇവിടെയോ അതൊന്നുമില്ല. ഡിന്നർ ടേബിളിലാണ് ചർച്ച. ഇത് മാത്രമേ നമുക്കറിയൂ. അപ്പൊ ഡിന്നർ ടേബിളിൽ ആരൊക്കെയാണ് സാർ? അതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാണ്? അതും പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷീറ്റില് VVIP ട്രിപ്പ് ഷീറ്റ് എന്ന പ്രത്യേക സാധനമാണല്ലോ ഉള്ളത്. ആ ട്രിപ്പ് ഷീറ്റിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എറണാകുളത്ത് 31-ാം തീയതി അങ്ങനെ യാതൊന്നുമില്ല. അങ്ങനെ ഈ ജൂലൈ 31 അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷെഡ്യൂളിൽ VVIP ആണല്ലോ സ്റ്റേറ്റിന്റെ CM. അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷെഡ്യൂളിൽ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള യാതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിക്കാഴ്ചകളും ഇല്ല. പക്ഷെ അദ്ദേഹം വീണ്ടും ഇന്നടക്കം ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമുള്ള പ്രസ് ബ്രീഫിംഗിലടക്കം പറയുന്ന അതാണ്, പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദാനി പറഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ അദ്ദേഹം പോയിട്ടുണ്ടാവാം എറണാകുളത്ത്. ഒന്നുകിൽ ഇപ്പോ മെയ് 1 മംഗലാപുരത്ത് സംഭവിച്ച അതാണ്, മറ്റു പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്ന കൂട്ടത്തിൽ കേരള CM-നെ കൂടെ ഒന്ന് കണ്ടേക്കണം എന്ന് അദാനിയുമായി ബന്ധപ്പെട്ട മറ്റേ കിഷോർ ആൽവയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീംസ് ഒരുപക്ഷെ കൊച്ചിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനത് മുഖ്യമന്ത്രികൾ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാനേ മാർഗമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അത്ര ഒരു കൂടിക്കാഴ്ചയോ ഉണ്ടായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വൈകാരിക പ്രശ്നമുള്ള ഭാര്യാപിതാവ് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറയുന്നത് കാണാൻ പോയി. അദ്ദേഹം കാണാൻ പോയി എന്നാൽ നമുക്കൊരു പ്രശ്നമുണ്ടോ? പോകേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സമയത്തിന് എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ സമയത്തിനേക്കാളും വളരെയേറെ വിലയുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി സമയത്തിന്. അദ്ദേഹം അങ്ങനെ 31-ാം തീയതി ഇങ്ങനെ ഭാര്യാപിതാവിനെ കാണാനായിട്ടാണ് ഞാൻ പോയത് എന്ന് തുറന്നു പറഞ്ഞാൽ ആരെങ്കിലും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടാൻ വരുമോ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, സുതാര്യത ഇല്ലായ്മയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.